ശ്രീ എൻ ശ്രീകുമാർ, മുഖ്യമന്ത്രി പേടിക്കുന്നതോ പേടിപ്പിക്കുന്നതോ? കൃഷ്ണരാജ്, ഇതില് നമുക്ക് ഈ വെട്ടൊന്ന് മുറിരണ്ട എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഭയം തന്നെയായിരിക്കും. കാരണം ഭയമില്ലെങ്കിൽ പോലീസ് വേണ്ടല്ലോ. മുൻകാലങ്ങളില് 70കളിൽ മുഖ്യമന്ത്രിയായ എ കെ ആന്റണി ഒരു കറുത്ത അംബാസഡർ കാറിൽ ഒരു പോലീസും ഇല്ലാതെ പോയൊരു ഘട്ടമുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ നമ്മൾ കണ്ടതാണ്. വളരെ നിസ്സാരം. ഞാനന്ന് തൃശ്ശൂര് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരിക്കുന്ന സമയത്ത് രാമനിലയത്തിൽ നിന്നും മൊറാർജി ദേശായി എ കെ ആന്റണിക്കൊപ്പം ഒരു കാറിൽ പോകുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പകുതി ഉണ്ടായിരുന്നില്ല. അവന്റെ കാലം മാറിയല്ലോ. അതെ, കാലം മാറി. ഞാനത് പറഞ്ഞല്ലോ, കാലം മാറിയത് വേറെ വിഷയമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരം കിട്ടുമ്പോൾ അവർ ആസ്വദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ ആസ്വദിക്കുകയാണ്. അതാണ് പ്രധാന കാരണം. കാരണം ഈ പോലീസും പട്ടാളവും പത്രാസും ഒക്കെ കോൺഗ്രസ്സുകാരുടെ ഒരു ആഘോഷമാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കമ്മ്യൂണിസ്റ്റുകളും അത് ആഘോഷിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒരു പാർട്ടിയില് ഒരു നേതാവ് ചോദ്യം ചെയ്യപ്പെടാനില്ല എന്ന് തോന്നുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ ആരും ഉണ്ടാവില്ല. പക്ഷേ പിണറായി വിജയൻ ആ പാർട്ടിയിലെ നമ്പർ 1 ആണ് ഇന്ത്യയിൽ തന്നെ. അപ്പൊ അദ്ദേഹത്തോട് ഇത്ര സുരക്ഷ വേണ്ട സഖാവേ എന്ന് പറയാൻ പറ്റിയ ഒരാളിന്ന് ആ പാർട്ടിയിൽ ഇന്ന് രണ്ടാമതില്ല. ഇപ്പൊ VS അച്യുതാനന്ദന്റെ കാലത്തും ഇതുപോലെ സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ജനത്തെ തടഞ്ഞു നിർത്തിയിരുന്നില്ല. ഇതിപ്പോ എന്താ വെച്ചാല്, ജനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് പോലീസുകാർക്കും ഒരു ഭയം ഉണ്ടാവും. കാരണം ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് CPM-കാർ കല്ലെറിഞ്ഞല്ലോ. അപ്പൊ അന്ന് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞു എന്നുള്ളതിന് പഴികേട്ടവരാണ് പോലീസുകാർ. അപ്പൊ അവർക്ക് ആ ഒരു ഭയം അവർക്കും ഉണ്ടാകും. അപ്പൊ അവരെന്ന് വെച്ചാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് ഞാൻ പറയില്ല, പക്ഷെ പാർട്ടി അവർ ഭയപ്പെടുന്നു. അപ്പൊ മുഖ്യമന്ത്രി ജനത്തെ ഭയപ്പെടുന്നു, പാർട്ടിയെ പോലീസ് ഭയപ്പെടുന്നു. ഇങ്ങനെ രണ്ട് ഭയങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഈ വഴിയിൽ ട്രാഫിക് ജാം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഒരു വളരെ കേമനായ ഒരു പോലീസ് മേധാവിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ വഴി യാത്ര ഒരുക്കാൻ പറയും. ഈ യാത്ര പോട്ടെ. ഇന്നലെ തൃശ്ശൂര് വെറ്ററിനറി കോളേജിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു പരിപാടി നടന്നു. എത്ര കാതം അകലെയാണെന്നറിയാമോ നമ്മുടെ ജനങ്ങളെ ഇരുത്തിയത്? ഫോട്ടോഗ്രാഫർമാരെ വിലയ്ക്കുന്നു, പത്രക്കാരെ വിലയ്ക്കുന്നു. ഇതൊന്നും മുമ്പുണ്ടായിട്ടില്ല. ഇപ്പൊ കരുണാകരന്റെ കാലത്താണ് ഒരു സ്പീഡിനെ കുറിച്ച് CPM പരാതി പറഞ്ഞത്. അത് വേറെ ആരും അന്ന് പറഞ്ഞിരുന്നില്ല. CPM ആണ് കരുണാകരന്റെ ഓവർ സ്പീഡിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഓവർ സ്പീഡിൽ പോകുമ്പോഴും ജനത്തെ ബന്ധിയാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് സ്പീഡ് ഇഷ്ടമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തെക്കാൾ സ്പീഡിലൊന്ന് സഞ്ചരിച്ചിരുന്ന ഒരു ഫാദറിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു കരുണാകരൻ. പക്ഷെ ഇന്നതല്ല. ഇന്നെന്താന്ന് വെച്ചാൽ അത് അറിഞ്ഞുകൊണ്ടാണ്. കാരണം വെച്ചാൽ അത് കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മറക്കും. ഇപ്പൊ ആകാശത്ത് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെന്നല്ലോ, എത്ര ദിവസം ചർച്ച ചെയ്തു, പിന്നീട് മാറിയിട്ട് വീണ്ടും ഇപ്പൊ പഴയ പോലെ ആയില്ലേ. അപ്പൊ അന്ന് ചർച്ച ചെയ്തിരുന്നു എന്ത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കുറിച്ച്, ഇത്ര വേണോ എന്നതിനെ കുറിച്ച്. അത് ജനം മറന്നു. ഇന്ന് വീണ്ടും വന്നപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് തന്നെ ചർച്ച ചെയ്ത് എങ്ങനെയാണ്? ഇന്നലെ ആ മരുന്ന് മേടിക്കാൻ പോയ അച്ഛനും കുഞ്ഞിനും ഉണ്ടായ അനുഭവമല്ലേ? എറണാകുളത്തെ KSU പ്രവർത്തകയായിരുന്ന ആ കുട്ടിക്കുണ്ടായ അനുഭവമല്ലേ? ഇനി അതൊക്കെ പോട്ടെ, ഇതൊന്നുമില്ലാതെ മണ്ണുത്തി ഭാഗത്ത് ഇന്നലെ പോയ ഫോട്ടോഗ്രാഫർമാരുടെ അനുഭവം എന്തായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഈ നവോത്ഥാന കാലത്തെ സുരക്ഷയാണ്. നവോത്ഥാന സുരക്ഷ എന്ന് വെച്ചാൽ നവോത്ഥാന കാലത്ത് ഒരാൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് വരികയാണ്. ആ ആളാണ് നമ്മുടെ PT തോമസ് നിയമസഭയിൽ പറഞ്ഞ പോലെ രണ്ടാം നവോത്ഥാന നായക എന്ന് വിളിച്ചില്ലേ. അപ്പൊ രണ്ടാം നവോത്ഥാന നായകന് കൊടുക്കേണ്ട ഒരു പരിരക്ഷ, അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ? ഇടതുമുന്നണി യോഗം ചേരണം, ഇടതുമുന്നണി ചർച്ച വരണം. CPI രണ്ടാം കക്ഷിയായ CPIയുടെ ആരെങ്കിലും ഉന്നയിക്കാൻ ധൈര്യപ്പെടണം. ഇത് മോശമാണ്, LDF-ന് മോശമാണെന്ന് പറയണം. LDF-ന്റെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ച്, ജനങ്ങളെ ബന്ധിയാക്കി, മരുന്ന് മേടിക്കാൻ സമ്മതിക്കാതെ, സ്കൂളിൽ പോകാൻ സമ്മതിക്കാതെ, കോളേജിൽ പോകാൻ സമ്മതിക്കാതെ ഇങ്ങനെ പോകുന്നത് നമുക്ക് മോശമാണ്. എന്തുകൊണ്ടാണ് പോകുന്നത്? വില കൂട്ടിയിട്ടാണ്, സെസ് കൂട്ടിയിട്ടാണ്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞേ? ജനങ്ങൾ അംഗീകരിച്ചു എന്ന്. അപ്പൊ ജനങ്ങൾ അംഗീകരിച്ചു ഈ വിലക്കയറ്റത്തെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ പേടിക്കുന്നേ? അപ്പൊ ജനം അംഗീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമായി തുടങ്ങി.
ഇത്രയും ദിവസം ഈ ഒരാഴ്ച നമ്മളിത് കണ്ടു ഇല്ലേ? ഒരു നേതാവ്, 3-4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തൃശ്ശൂരിന്റെ പാർട്ടി സെക്രട്ടറി ഉണ്ട്. അവരാരെങ്കിലും ഇദ്ദേഹത്തെ ഉപദേശിച്ചുവോ? അല്ല, വേണ്ട. CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ. ഞാൻ അങ്ങയിലേക്ക് വരാം.